വാൾമുനയിലോ എന്ന ചർച്ച തുടരുകയാണ്. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇവിടെ കെ എസ് ഹരിഹരൻ പറഞ്ഞു വെച്ച 3 ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുണ്ടല്ലോ കെ എസ് ഹരിഹരനുമായി സംസാരിച്ചപ്പോൾ വന്നത്. അതിലേതിനാണ് താങ്കൾ ഒരു പ്രാധാന്യം കാണുന്നത്? കെ എസ് ഹരിഹരൻ മുന്നോട്ട് വെച്ച ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അങ്ങനെ തന്നെ ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, അദ്ദേഹം പറയുന്നത് പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയാവാം പിന്നെ ഇയാള് ഈ വെളിപ്പെടുത്തൽ നടത്തുക. അതായത് പിണറായി വിജയന്റെ ഒരു ഉപകരണമായിട്ടാണ് അൻവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അൻവർ പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പിണറായി വിജയൻ അച്ഛനെ പോലെയാണെന്നൊക്കെ. പക്ഷേ നമുക്ക് ഈ കേരളത്തിൽ അത്യാവശ്യം ചിന്താബോധമുള്ള ആർക്കാണ് മനസ്സിലാവാത്തത്? ഈ പി ശശിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചാൽ അത് എവിടെയാ പോയി കൊള്ളുക? അത് പിണറായി വിജയനാണ് എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? കാരണം ഇതിനൊരു ഒരു ഒരു ഹിസ്റ്ററി ഉണ്ട്. കേരളത്തിൽ CPM രാഷ്ട്രീയത്തിനകത്ത് വികസിച്ച് വന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. അത് ഇനിയിപ്പോൾ അത് പിണറായി വിജയന് പി ശശിയോട് താല്പര്യമില്ലാതായി ഇപ്പം. കാരണം പലതരത്തിലുള്ള മറ്റു പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് പി ശശിയെ ഒഴിവാക്കണം, അങ്ങനെയാണ് പിണറായി വിജയൻ. അതിന് അൻവറെ പോലെ ഒരാളുടെ സഹായം ഉണ്ടാക്കി ഇത്ര ഒരു തൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത രൂപത്തിൽ അശ്ലീലമാക്കി തീർത്തിട്ട് പി ശശിയെ പറഞ്ഞയക്കണം എന്ന് പിണറായി വിജയനെ ഒരാൾ ചിന്തിക്കും എന്ന് കരുതാൻ ഞാൻ ഏതായാലും തയ്യാറല്ല. ആ നിലയിലൊന്നും അല്ല ഈ പ്രശ്നങ്ങളെ കാണേണ്ടത്. എന്നാൽ ഹരിഹരൻ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് കുറച്ച് പ്രസക്തമായ കാര്യമുണ്ട്. കേരളത്തിലെ പിന്നെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നാലും ശരി, 2ാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നാലും ശരി, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പൂർണ്ണമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരു സംഘി എങ്ങനെയാണ് പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവായി തീരുന്നത് എന്നതിന് മുതൽക്ക് ബെഹ്റയെ പോലൊരു ഗുജറാത്ത് ഘടറിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ കേരളത്തിൽ എങ്ങനെയാണ് DGP സ്ഥാനത്ത് വരുന്നത്? ആ ബെഹ്റ ഔദ്യോഗിക ചുമതലകൾ നിർവഹിച്ച ശേഷവും അദ്ദേഹത്തെ ആദരിച്ച് ഇവിടെ വലിയ പൊസിഷനിൽ കൊടുത്ത് കുടിയിരുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു തുടങ്ങിയാൽ അവിടുന്ന് മുതൽക്ക് ഇങ്ങോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ എല്ലാ കാലത്തും നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് സംഘി പോലീസ് തന്നെയാണ്. ആ സംഘി പോലീസിന് പുതിയ അജണ്ടകൾ ഉണ്ടാവാം, അത് കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം, അതൊക്കെ ശരി തന്നെയാണ്. അത് പക്ഷെ പിണറായി വിജയനെ അറിയാതെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് പറയാൻ ഏതായാലും പിന്നെ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അതിന് കൂടി ഒരു കാര്യം ഞാൻ ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കട്ടെ. നമ്മൾ ആദ്യം തന്നെ ഈ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ ഒരു രാഷ്ട്രീയക്കാരനായി കണ്ടിട്ടാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ PV അൻവർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു രാഷ്ട്രീയക്കാരനാണോ? നമ്മളൊന്ന് PV അൻവറിന്റെ ഒരു ചരിത്രം ഒന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണോ നമുക്ക് കാണാൻ പറ്റുക? അല്ല. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, ഞാൻ അതിലൊന്നും പോകുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം. ഈ നിലമ്പൂരിലെ ഉദായി പള്ളിപ്പറമ്പിൽ മനാഫ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ലീഗ് പ്രവർത്തകനായിരുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പകല് കൊല ചെയ്യപ്പെട്ട ഒരു സംഭവമുണ്ട്. ആ കൊല ചെയ്യപ്പെട്ട സംഭവം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള PV അൻവർ എന്ന് പറയുന്ന മനുഷ്യനും നിലമ്പൂരുമായിട്ടുള്ള ബന്ധങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള കാര്യം അതൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ടും അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു ഭൂമാഫിയ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും അദ്ദേഹം ആ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. കോൺഗ്രസിനോട് ചേർന്ന് നിന്നിട്ട് അദ്ദേഹം താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട്. ആദ്യം അദ്ദേഹം മത്സരിക്കാൻ പുറപ്പെട്ടത് CPIയുടെ റഹ്മത്തുള്ളയുടെ സഹായത്തോടുകൂടിയാണ് മത്സരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് CK ചന്ദ്രനെ പോലുള്ള ആളുകൾ തലപ്പത്തുണ്ടായിരുന്നു, നടന്നില്ല. അന്ന് CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഈ പേയ്മെന്റ് സീറ്റുകളൊക്കെ വരികയും കുറെ ആളുകൾ ആ നിലയിലുള്ള ആളുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരികയൊക്കെ ചെയ്യുന്ന കാലമാണ്. ആ കാലത്താണ് ഈ പറയുന്ന ചില ആളുകളുടെയൊക്കെ സഹകരണത്തോടു കൂടി നിലമ്പൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി ഒരു 10-15 വർഷം മുമ്പ് ഏറനാട്ടിൽ മത്സരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ PV അൻവർ വരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന ചന്ദ്രനെ പോലുള്ള ആളുകളുടെയൊക്കെ അവിടെ മുട്ടി ആ ലക്ഷ്യം നടക്കാതെ പോകുന്നു. അതിന്റെ കാര്യങ്ങൾ അവിടുന്ന് നിങ്ങൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ തൻ്റെ അടിസ്ഥാനപരമായ മറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്തണിയുന്ന ഒരു വേഷം മാത്രമാണ് രാഷ്ട്രീയക്കാരന്റെ വേഷമെന്ന് PV അൻവർ എന്ന് പറയുന്ന മനുഷ്യനെ പഠിച്ചിട്ടുള്ള ആർക്കും അറിയാം. ഒരുപാട് വിശദാംശങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഒറ്റ കാര്യം കൂടി ചുരുക്കി പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ എൻ വി ബാലകൃഷ്ണൻ. ഇനി CPMലെ ഒരു ശക്തിയുടെ ഒരു വിഭാഗം നേതാക്കന്മാരുടെ പിന്തുണയോടെ ഒരു തിരുത്തൽ നടപടി, അതിനുള്ള കരുവായി ഇപ്പോ അൻവർ വരുന്നുണ്ടോ? അത് അസംബന്ധമാണ് അതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അങ്ങനെ ഇതായിട്ട് പറയല്ല, എൻ്റെ ഒരു തോന്നൽ CPMമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്.
അത് PV അൻവറിനെ പോലെ ഒരാളെ മുമ്പിൽ നിർത്തി CPM-നകത്ത് യാതൊരു തരത്തിലുള്ള തിരുത്തൽ പ്രക്രിയ നടക്കുന്ന പ്രശ്നവുമില്ല. കാരണം CPM ഒരു തിരുത്തൽ പ്രക്രിയക്ക് വിധേയമാവുന്നതല്ല. EP ജയരാജനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെടുത്തിയാണ് വേണുവിനെ പോലുള്ള ഒരാൾ അങ്ങനെ കാണുന്നതെങ്കിൽ EP ജയരാജൻ എന്ന് പറയുന്നത് അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഒഴിവാക്കപ്പെടുകയാണ്. അല്ലാതെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ EP ജയരാജന്റെ ഒഴിവാക്കൽ പോലും പിണറായി വിജയനെ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ ഒരു പ്രസ്താവന ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും പരിഗണിച്ചോ എന്ന് എനിക്കറിയൂടാ. അദ്ദേഹം പറഞ്ഞത് ഒരാളെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ, ജാവ്ദേക്കറെ കാണുന്നതാണ് പ്രശ്നമെങ്കിൽ അത് ഇത്ര വലിയ കാര്യമാണ്. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട്. അതെ, നമ്മളതൊക്കെ ചർച്ച ചെയ്താണ് ശ്രീ NV ബാലകൃഷ്ണൻ. ശരി, ഞാൻ നടപടിക്കാൻ എനിക്ക് മറ്റു അദ്ദേഹങ്ങളിൽ കൂടി പോകേണ്ടതുണ്ട്. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ അങ്ങ് ഇതിൽ ആദ്യമായി ഊന്നിയത് ഇതിന്റെ പൊതു താല്പര്യം വെച്ചുകൊണ്ടാണ്. അതായത് സർക്കാർ സംവിധാനം തന്നെ ആകെ അപായകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ പരിശോധിക്കേണ്ടത് എന്നാണ്. പക്ഷേ അതിന് ഒരു സംവിധാനം അങ്ങനെ പോകുന്നുവെങ്കിൽ അതേപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഷ്ട്രീയമായൊരു സംവിധാനവും അങ്ങേയറ്റം ആപൽക്കരമായി പോയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇങ്ങനെ മാറാൻ കഴിയൂ. ഒന്നൊന്നിൽ നിന്ന് വേറിട്ടല്ല നിൽക്കുന്നത്. 96-ൽ ഇതേ വ്യക്തി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങളാണെന്ന് നടന്നത്? അന്ന് രാഷ്ട്രീയ സംവിധാനത്തെയാണ് ഈ പറയുന്ന ഗുണ്ടാ സംഘങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന അധോലോക സ്വഭാവമുള്ള ഒന്നാക്കി ശശി മാറ്റിയത് എന്ന വിമർശനം ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷമായ ഗുണ്ടാ സംഘങ്ങളുടെ ഇടപെടലുകളിലേക്ക് അത് മാറുന്നു. അന്ന് കല്ലടയുടെ നിയമോപദേശം പുറത്തു വരാതിരിക്കുന്ന ഘട്ടം അടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നു, മൂടി വയ്ക്കുന്നു. ഇനി വന്ന കാര്യങ്ങളിൽ തന്നെ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ ഭാഗങ്ങളല്ലാത്ത കൂടുതൽ ഭാഗങ്ങൾ വെട്ടി മാത്രം പുറത്തേക്ക് വരുന്നു. അപ്പോൾ 96-ന്റെ തുടർച്ചയുമുണ്ട്. 96-ൽ നിന്ന് ശശി പുതുതായി സൃഷ്ടിക്കുന്ന ബാന്ധവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ വിപത്തുകളുമുണ്ട് എന്ന വിമർശനത്തെ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, ശശിയിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ അത് CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി സംവിധാനത്തെ ആകെ പിടിച്ചുലക്കുന്നതും അതിനകത്ത് കയറിക്കൂടിയിരിക്കുന്നതായിട്ടുള്ള ദുർഭൂതവുമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. എന്നാൽ അതിനെ തിരുത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഇത് സഹിക്കാൻ ബാധ്യസ്ഥരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്തതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് ഈ വിഷയത്തിനകത്തുള്ളത് എന്നുള്ളതായിരുന്നു. പൊളിറ്റിക്കൽ സ്ട്രാറ്റജികൾ പലതും ഉണ്ടാകാം. കാരണം പലതരം താല്പര്യങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവർ എടുക്കുന്ന എല്ലാ ഇടപാടുകളും എല്ലാ നിലപാടുകളും അത്തരത്തിലുള്ള താല്പര്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ നമുക്ക് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത് നമ്മളെ ബാധിക്കുക? CPM-നെയോ പിണറായി വിജയനെയോ അതേപോലെ തന്നെ ശശിയെയോ അൻവറിനെയോ അതല്ലെങ്കിൽ ADGP-യോ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് മനുഷ്യരെ എങ്ങനെ ബാധിക്കും, കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ബാധിക്കും, ജനങ്ങളുടെ രാഷ്ട്രീയത്തെയും ജനങ്ങളുടെ സാംസ്കാരിക മൂല്യത്തെയും എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ വിഷയമായി ഞാൻ കണക്കാക്കുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലും അപായകരമായ രീതിയിലും ബാധിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഭരണ സംവിധാനം, നമ്മുടെ രാഷ്ട്രീയ സംവിധാനം അത് ഇടത് വലത് എന്നുള്ള യാതൊരു വ്യത്യാസമില്ലാതെ ഇത്തരത്തിലുള്ള ജീവികളെ വളർത്തി വികസിപ്പിക്കുന്ന ഒരു സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറി കോൺഗ്രസിന്റെ ഭരണം വരുന്ന സമയത്തോ അല്ലെങ്കിൽ BJP-യുടെ ഭരണം വരുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കൂടി വളർത്തി വിടുന്ന പിശാച് ബാധയേറ്റിരിക്കുന്നതായിട്ടുള്ള രൂപങ്ങൾ കേരളത്തിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ അപകടം. കാരണം നമ്മളെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള പോലീസ് സംവിധാനം മുഴുവനുമായിട്ട് മാഫിയ സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായിട്ട് മാറിക്കഴിയുമ്പോൾ ആ അപകടത്തെ തിരിച്ചറിഞ്ഞ് തിരുത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എനിക്ക് തോന്നുന്നു. ശരി, അത് പ്രധാനമാണ്. കാരണം ഇതിൽ ശശിയെ നിഷ്കാസിതനാക്കുക അല്ലെങ്കിൽ അജിത് കുമാറിനെ നിഷ്കാസിതനാക്കുക എന്നതല്ല, അതിനപ്പുറത്ത് പൗരസമൂഹം തന്നെ ആപൽക്കരമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്ന് പറയുന്ന ഗൗരവമാണ് തിരുത്തൽ അർഹിക്കുന്നതെന്നാണ് പിയേഴ്സൺ പറഞ്ഞത്.